ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ദിവ്യാസ് ഗാർഡൻ ഡയറിയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് വെറൈറ്റിയായ ആന്തൂറിയത്തിൻ്റെ റിപ്പോർട്ടിംഗ് വീഡിയോയുമായിട്ടാണ്. ഇമ്പോർട്ടഡ് മാത്രമല്ല, എല്ലാ ആന്തൂറിയവും ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് സുറുമീസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഇത്തയുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം, വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. 780 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. CC ഉണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ കൊടുത്തതായതുകൊണ്ട് എനിക്ക് CC കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിറയെ വേരോട് കൂടിയ നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇത് പൂർണ്ണമായും കൊക്കോപീറ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൊക്കോപീറ്റ് നമുക്ക് കുറച്ച് മാറ്റണം. ഇപ്പോൾ മഴയായതുകൊണ്ട് കൊക്കോപീറ്റ് മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ഉള്ളിലുള്ള കൊക്കോ ചിപ്സും കൊക്കോപീറ്റും നന്നായിട്ട് റിമൂവ് ചെയ്യണം. ഇത് കുറച്ച് ടൈം എടുത്ത് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. വേരുകളൊന്നും പൊട്ടാതെ വേണം അത് റിമൂവ് ചെയ്യാൻ. ഞാൻ ആന്തൂറിയം നടുന്നതിന് വേണ്ടിയിട്ട് ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ആന്തൂറിയം പോട്ടാണ്. കൊക്കോ ചിപ്സിൽ നിന്ന് മാറ്റിയ ആന്തൂറിയം പ്ലാന്റ് നമുക്ക് കുറച്ച് നേരം സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അപ്പോൾ വേറെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരികയില്ല. 10 മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ വീഡിയോസ് കാണുന്നവരെല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എടുത്തു വെച്ചിരിക്കുന്ന പോട്ടിൻ്റെ ഹോൾ നമുക്കൊരു ഓടിൻ കഷ്ണം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. കുറച്ച് ഓടിൻ കഷ്ണം, കരി, മെറ്റൽ പീസ്, പിന്നെ ക്ലേ ബോൾസാണ് ഞാൻ ഈ പോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കൊക്കോ ചിപ്സ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മുടെ പ്ലാന്റിൽ കുറച്ച് കൊക്കോ പീറ്റ് ഉണ്ട്, അത് മതിയാകും. പിന്നെ ഞാൻ ഒട്ടും തന്നെ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. മണ്ണ് ഇടണമെന്നുള്ളവർക്ക് കുറച്ച് മണ്ണ് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ക്ലേ ബോൾസ് ചെടികളുടെ നല്ല വേരോട്ടത്തിനും ഈർപ്പം നിലനിർത്തുന്നതിനും സഹായിക്കും. ക്ലേ ബോൾസ് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ അവൈലബിൾ ആണ്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ക്ലേ ബോൾസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് ചെറിയൊരു ചെളിക്കറയൊക്കെ ഉണ്ട്, അത് മാറിക്കിട്ടണം. 1/4 ഭാഗം പോട്ടിംഗ് മിക്സ് നിറച്ചതിന് ശേഷം നമ്മൾ സാഫിൽ മുക്കി വെച്ച ആന്തൂറിയം പ്ലാന്റ് പോട്ടിംഗ് മിക്സിൻ്റെ മേളിൽ വെച്ച് ചുറ്റും നമുക്ക് മിറ്റൽ ഇട്ട് കൊടുക്കാം. ചെടിയെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുന്നതിനും വേരോട്ടത്തിനും മിറ്റൽ സഹായിക്കും. അതിനുശേഷം വീണ്ടും ക്ലേ ബോളും കരിയും ചേർന്ന മിശ്രിതം നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിലായി കുറച്ച് മിറ്റൽ കൂടി ഇട്ട് കൊടുക്കണം. കാരണം ഈ ക്ലേ ബോൾസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒക്കെ ഒഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോവാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് മിറ്റൽ മുകളിൽ ഇടുന്നത് നല്ലതാണ്. ഞാൻ ഈ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് 2 ആഴ്ചയിലധികമായി. പ്ലാന്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് പോസ്റ്റ് ചെയ്യാതിരുന്നത്. പ്ലാന്റ് ഇപ്പോൾ നല്ല ഹെൽത്തിയായി നിൽക്കുന്നുണ്ട്. ആന്തൂറിയം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ രീതിയിലൊന്ന് പോട്ട് ചെയ്ത് നോക്കണേ. മിനിയേച്ചർ ആന്തൂറിയം ആയാലും അല്ലാത്ത ടൈപ്പ് ആണെങ്കിലും നമുക്ക് ഈ രീതിയിൽ പോട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് സക്സസ് ആയ ഒരു മാർഗമാണ്. ഇനി ക്ലേ ബോൾസ് ഇല്ലെങ്കിൽ കരിയും ചകിരിത്തൊണ്ടും മെറ്റലും മാത്രം ഉപയോഗിച്ചും പോട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ പ്ലാന്റ് ലവേഴ്സും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. താങ്ക്